ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. അമേരിക്കയിൽ ഡിസംബർ 26 മുതൽ നിർബന്ധിത ബയോമെട്രിക് പരിശോധന ആരംഭിച്ചു. ഗ്രീൻ കാർഡ് ഉടമകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് ബാധകമാണെന്ന് ഇമിഗ്രേഷൻ വകുപ്പ് അറിയിച്ചു. അമേരിക്കയുടെ പുതിയ കുടിയേറ്റ നിയമപ്രകാരമുള്ള നിർബന്ധിത ബയോമെട്രിക് പരിശോധന ഡിസംബർ 26 മുതൽ ആരംഭിച്ചു. US അതിർത്തി കടന്നെത്തുന്ന US പൗരന്മാരൊഴികെയുള്ള എല്ലാവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് ഭരണകൂടത്തിന്റെ തീരുമാനം. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഓരോ എൻട്രി എക്സിറ്റ് പോയിന്റുകളിലും എത്തുന്ന യാത്രക്കാരുടെ ഫോട്ടോ എടുക്കും. നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ മാത്രമായിരുന്നു ബയോമെട്രിക് ശേഖരണം ഉണ്ടായിരുന്നത്. ഗ്രീൻ കാർഡ് ഉടമകളടക്കം USലുള്ളവർക്കും USലേക്ക് വരുന്നവർക്കും പുതിയ നിയമം ബാധകമാണ്. വിമാനത്താവളങ്ങൾ, കര അതിർത്തികൾ, തുറമുഖങ്ങൾ എന്നിവിടങ്ങളിലൂടെ USലേക്ക് പ്രവേശിക്കുന്നവരെയും മടങ്ങുന്നവരെയും ബയോമെട്രിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. അഫ്ഗാനിസ്ഥാൻ, ഹെയ്ത്തി, ഇറാൻ, സൊമാലിയ, സുഡാൻ, വെനസ്വേല, യമൻ തുടങ്ങി 19 രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്രീൻ കാർഡ് ഉടമകൾക്ക് കൂടുതൽ പരിശോധനയുണ്ടാകും. നയതന്ത്ര പ്രതിനിധികളും പുതിയ പരിശോധനകൾക്ക് വിധേയമാകണമെന്ന് കസ്റ്റംസ് ബോർഡർ പ്രൊട്ടക്ഷൻ അധികൃതർ അറിയിച്ചു. ബയോമെട്രിക് പരിശോധനയിലൂടെ കടന്നുപോകാൻ ആഗ്രഹിക്കുന്ന US പൗരന്മാർക്ക് സ്വമേധയാ പങ്കെടുക്കാമെന്നും കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ അറിയിച്ചു. ദേശീയ സുരക്ഷ ശക്തമാക്കുക, കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പരിശോധനകൾ ഏർപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്കായി പുതിയ ഓൺലൈൻ സേവനങ്ങൾ ആരംഭിച്ചു. വിസ നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാകുമിനി. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം 2 പുതിയ ഇലക്ട്രോണിക് സേവനങ്ങൾ കൂടി ആരംഭിച്ചു. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റംസും റെസിഡൻസ് അഫയേഴ്സ് വിഭാഗവും സംയുക്തമായാണ് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഈ സൗകര്യങ്ങൾ ഒരുക്കിയത്. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ആദ്യമായി റെസിഡൻസി പെർമിറ്റ് എടുക്കുന്നതിനുള്ള അപേക്ഷകൾ ഇനി ഓൺലൈൻ വഴി സമർപ്പിക്കാം. താൽക്കാലിക റെസിഡൻസിയിലേക്ക് വിസ മാറ്റുന്നതിനുള്ള സേവനവും ഇപ്പോൾ ഡിജിറ്റലായി ലഭ്യമാണ്. സ്പോൺസർമാർക്കോ കമ്പനികൾക്കോ റെസിഡൻസ് അഫയേഴ്സ് ഓഫീസുകൾ നേരിട്ട് സന്ദർശിക്കാതെ തന്നെ തങ്ങളുടെ ജീവനക്കാരുടെ വിസ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാം. മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കാനും ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കുറയ്ക്കാനും ഈ ഡിജിറ്റൽ സംവിധാനം സഹായിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAEയിൽ കർശന വ്യവസ്ഥകളോടെ പുതിയ ഡിജിറ്റൽ നിയമം നടപ്പിലാക്കുന്നു. ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഓൺലൈൻ ചൂതാട്ടങ്ങളിലും വാതുവയ്പ് ഗെയിമുകളിലും കുട്ടികൾ പങ്കെടുക്കുന്നത് നിരോധിക്കുന്നതടക്കം UAEയിൽ പുതിയ ഡിജിറ്റൽ നിയമം നടപ്പിലാക്കുന്നു. 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വ്യക്തിഗത വിവരങ്ങൾ മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ ശേഖരിക്കാനോ കൈമാറാനോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് അനുവാദമില്ല. സൈബർ ബുള്ളിയിങ്, ഉപദ്രവങ്ങൾ, അശ്ലീലത എന്നിവയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനാണ് കർശന നിയമങ്ങൾ കൊണ്ടുവന്നത്. സോഷ്യൽ മീഡിയ, സെർച്ച് എഞ്ചിനുകൾ, ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം എന്നിവ നിർബന്ധമായും പ്രായപരിധി പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഫിൽട്ടറും ഏർപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കുടുംബമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു നാഷണൽ ചൈൽഡ് ഡിജിറ്റൽ സേഫ്റ്റി കൗൺസിൽ രൂപീകരിക്കും. കുട്ടികൾക്കെതിരെയുള്ള ഓൺലൈൻ അതിക്രമങ്ങൾ തടയാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.